ഡിസംബർ മാസത്തിലെ ചൂടും തണുപ്പും സത്യം പറഞ്ഞാൽ അൺസൈക്കബിളാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഞങ്ങൾ 5 പെണ്ണുങ്ങളോട് ഇന്ന് സഭാ സ്ക്വയറിൽ പോയിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ. കളക്കാനുള്ള എല്ലാ സാധനങ്ങളും അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ചെറിയ പാർക്കാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പാർക്ക്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ നടത്തം അത്യാവശ്യം വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് അവനെ അങ്ങോട്ട് വിട്ടാൽ നയിച്ച പൈസ മൊത്തം ആശുപത്രി കൊടുക്കേണ്ടി വരും. തിന്നാനല്ലേ വന്നത്. പുറത്തുള്ള അത്രയും ചൂട് ഇതിനകത്ത് കയറിയപ്പോൾ തോന്നില്ല. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, അതുപോലെ തണലുമുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ അകത്ത് കയറിയപ്പോൾ പിന്നെ നമ്മളൊരു ഐസ്ക്രീം കട കണ്ടു. അവിടെയും ചെന്നപ്പോൾ എൻ്റെ മോനൊന്ന് കാല് വഴുതി. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. ഈ കുരങ്ങനാണ് ആ ആദ്യം പോയ കുരങ്ങൻ്റെ കൂട്ടുകാരൻ. ഇവന്മാരുടെ അച്ഛന്മാർ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ മക്കളിലൂടെ അവരെ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു. സഭാ സ്ക്വയർ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു കുന്തളിപ്പ് എനിക്കുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മുടെ പരിപാടി നടക്കുന്നിടത്തോട്ട് നടന്നു. ഈ 2 മക്കളെ ഫോട്ടോ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ നട്ടുച്ചത്തെ വെയിലത്തും ഒരുപാട് മനുഷ്യന്മാരിതാ ആ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ട്. ഇവർക്കൊന്നും ഈ ചൂടില്ലേ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സംശയിച്ചു പോയി. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്ത് ചൂടോ എന്ത് തണുപ്പ്. നടന്ന് ഞങ്ങൾ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെ ടാർപ്പ് വലിച്ചു കെട്ടിയിരിക്കും അവിടെ ഇടിച്ച് കയറും എന്ന് പറയുന്നില്ല. ഞങ്ങൾ 5 ആളും കൂടെ അതിനകത്ത് ഇടിച്ച് കയറി. പക്ഷേ വിചാരിച്ചത്ര തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഉച്ച സമയത്ത് ആര് വരാനാ? എൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ ഇത് കൊണ്ട് തൂക്കിയെടുത്ത് വെളിക്കളയെന്ന് പറഞ്ഞ് പുള്ളി ആദ്യം തന്നെ പെണ്ണുങ്ങളെ അങ്ങോട്ട് പേടിപ്പിച്ചു. കുറേ സാധനങ്ങൾ എൻ്റെ ഇടയിൽ വിറ്റുപോയെന്നേ. സാധാരണ വീഡിയോ എടുക്കുമ്പോൾ താത്തമാർ ആരും മുഖം തരാറില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഞങ്ങളെ വീഡിയോ ഒക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ എന്നുള്ള അനുവാദം കിട്ടിയതുകൊണ്ട് പിന്നെ എനിക്കും ഇൻട്രസ്റ്റ് ആയി. ഒരുപാട് വീഡിയോസ് ഞാൻ അവിടെ തന്നെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഇരുന്നെടുത്തു. നമ്മൾ വന്നപ്പോൾ ആൾക്കാർ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് നേരെ ചെന്നത് ഈ ഒരു വസ്തുവിലേക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം ഞാൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഈ ജ്യൂസ് അടിക്കുന്ന മഹത് വ്യക്തി എൻ്റെ സുഹൃത്താണ്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും എൻ്റെ സുഹൃത്താണ്. ധൈര്യമായിട്ട് എൻ്റെ ഫോട്ടോ എടുത്താൽ ഞാനങ്ങ് ഫേമസ് ആകട്ടെ എന്ന് പുള്ളിക്കാരിക്ക് ആഗ്രഹം. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമോ? ഇതിനിടയിലും എൻ്റെ കണ്ണുകൾ ഈ കുത്തമ്പിനാർ തന്നെയായിരുന്നു. ഇന്നിവിടെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, വലിച്ചെറിഞ്ഞത്, എടുത്തെറിഞ്ഞത് എന്ന് വേണ്ട കണ്ണിക്കണ്ട എല്ലാ ഐറ്റംസും ചിക്കൻ്റെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയല്ലോ, എല്ലാത്തിനും അപാര ടേസ്റ്റാണ്. കുടുംബശ്രീയും ജില്ലാ മിഷനും ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഈ നിൽക്കുന്ന സ്ത്രീകളെല്ലാം കുടുംബശ്രീക്കാരാണ്. ഇതിനിടയിൽ ഒരു ലൈമും ഒരു ബൺമസ്കയും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എൻ്റെ മോൻ ഇതൊന്നും വേണ്ട. പുള്ളിക്കാരന് ഈ കളിപ്പാട്ടങ്ങൾ മതി. തൽക്കാലത്തേക്ക് ശാന്തമാക്കാൻ ഞങ്ങളിതാ ഈ ഒരു സാധനം വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളൊരു മൂലയ്ക്കിരുന്നു. അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വരേണ്ടിയിരുന്നത് രാത്രി സമയത്തായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ സൂചി കുത്താൻ പോലും ഇടണ്ടായിരുന്നില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ അവരുടേതായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ നടത്താറുണ്ട്. ഞാൻ വന്ന് ലൈൻ കുടിച്ച് പോയ ശേഷം താത്തമാർക്ക് ഇരിക്കാനായിട്ട് സമയം കിട്ടില്ല. പിന്നെ വെച്ചടി ലൈമടിയായിരുന്നു. അതിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്വന്തം ഷെയ്ൻ നിഗം രാത്രിയായപ്പോൾ അവിടെ എത്തി. പുള്ളിക്കാരൻ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ ഷെയ്ൻ നിഗത്തിനെ കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. ഇന്ന് പോയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായേനെ. പുള്ളിക്കാരൻ അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്.